വെറും 25,000 രൂപ മാസശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഒരു IT പ്രൊഫഷണൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ആഗോള സാമ്രാജ്യം കെട്ടിപ്പടുത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? കഥ തുടങ്ങുന്നത് 2008-ലാണ്. ദീപേന്ദർ ഗോഖലെയും പങ്കജും ചേർന്ന് ഡൽഹിയിലെ ബെയ്നാൻ കമ്പനി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഉച്ചഭക്ഷണ സമയത്ത് കാഫറ്റീരിയയിൽ വലിയ തിരക്കായിരിക്കും. അങ്ങനെ റെസ്റ്റോറന്റുകളുടെ മെനു നോക്കാനും ഓർഡർ ചെയ്യാനും ജീവനക്കാർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. ഒരു ദിവസം ദീപേന്ദറിന് തോന്നി, എന്താണ് ഈ മെനു ഡിജിറ്റലായിട്ട് ഓൺലൈനായിട്ട് ഇടാത്തത്? ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ തങ്ങളുടെ കമ്പനിയിലെ മെനു സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഫുഡ് ബേ എന്ന സൈറ്റിന് തുടക്കമായി. 2010 അവർ ജോലി ഉപേക്ഷിച്ച് ഇതിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പേര് സൊമാറ്റോ എന്ന് മാറ്റുകയും ചെയ്തു. സൊമാറ്റോ നേരിട്ട പ്രധാന വെല്ലുവിളി വിശ്വസനീയമായ ഡാറ്റ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. ദീപേന്ദറും പങ്കജും അവരുടെ ചെറിയ ടീമൊത്ത് ഡൽഹിയിലെ ഓരോ റെസ്റ്റോറന്റുകളും കയറിയിറങ്ങി നേരിട്ട് തന്നെ മെനുകൾ ശേഖരിച്ചു. തെറ്റുകൾ ഒഴിവാക്കാൻ എല്ലാ ഡാറ്റയും അവർ സ്വയം തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തി. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് നിക്ഷേപം കണ്ടെത്താൻ അവർക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ചാണ് അവർ ഈ ഒരു പ്രൊജക്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മറ്റു കമ്പനികൾ രാജ്യത്തിനകത്ത് ഒതുങ്ങിയപ്പോൾ സൊമാറ്റോ തങ്ങളുടെ വളർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത് ആഗോള വിപണിയാണ്. 2012 ദുബായിൽ പ്രവർത്തനം തുടങ്ങി. തുടർന്ന് ശ്രീലങ്ക, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടി അതിവേഗം വ്യാപിച്ചു. ഇത് സൊമാറ്റോ എന്ന ബ്രാൻഡിന് വലിയ സ്വീകാര്യത നൽകി. റെസ്റ്റോറന്റ് ഗൈഡായി തുടങ്ങിയ സൊമാറ്റോ 2017 ഇന്ത്യയിലെ ഓൺലൈൻ ഡെലിവറി വിപണി സാധ്യത തിരിച്ചറിഞ്ഞ് ഫുഡ് ഡെലിവറി മോഡലിലേക്ക് പൂർണ്ണമായി മാറി. ആളുകളുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ ദീപേന്ദറിന്റെ ദീർഘവീക്ഷണവും വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് മോഡലിനെ മാറ്റാനുമുള്ള ധൈര്യമാണ് സൊമാറ്റോയെ ഈ നിലയിൽ എത്തിച്ചത്. 2012 അവരുടെ വിജയം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ ചരിത്രമായിരുന്നു. സൊമാറ്റോയുടെ ഈ യാത്ര നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഏറ്റവും ചെറിയ പ്രശ്നം പോലും വലിയ ഒരു ബിസിനസ് സാധ്യതയാണെന്നാണ്. സൊമാറ്റോ ഇപ്പോൾ ഫുഡ് ഡെലിവറിയിൽ നിന്ന് ഗ്രോസറി ഡെലിവറിയിലേക്കും ക്വിക്ക് കൊമേഴ്സിലേക്കും മാറുമ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം ഏത് മേഖലയായിരിക്കും? അടുത്ത 5 വർഷത്തിനുള്ളിൽ സൊമാറ്റോ ഇന്ത്യയിലെ ഏത് ബിസിനസ് വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്?